അക്ഷരം പ്രതി ശരിയാണ്. ASML എന്ന ഈ ഡച്ച് കമ്പനി പ്രവർത്തനം നിലച്ചാൽ അതോടൊപ്പം ലോകവും നിശ്ചലമാകും. ഡിജിറ്റൽ സർക്യൂട്ടുകളുടെ വല കൊണ്ട് നെയ്തിരിക്കുന്ന ലോകത്തിന്റെ ഭാവി പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഈ കമ്പനിയാണ്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങി സ്ഥിരിപ്പെട്ടി വരെ, ലോകത്തെ ചലിപ്പിക്കുന്ന കാറുകളും കപ്പലുകളും ട്രെയിനുകളും വിമാനങ്ങളും മുതൽ ഫൈറ്റർ ജെറ്റുകൾ വരെ, ഇന്റർനെറ്റും സ്പേസ് എക്സ്പ്ലോറേഷനും ISS-ഉം ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പും വരെ പ്രവർത്തിപ്പിക്കാൻ ASML-ന്റെ സാങ്കേതിക വിദ്യയില്ലാതെ അസാധ്യമാണ്. ഇതിന് മാത്രം എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. ഇവർ ലിത്തോഗ്രഫി എന്ന മൈക്രോ പ്രിന്റിംഗ് സാധ്യമാക്കുന്ന കമ്പനിയാണ്. അഥവാ ലോകത്ത് ഇവർക്ക് മാത്രമേ ആ ടെക്നോളജി വശമുള്ളൂ. ഓക്കെ, ഡ്രാമ നിർത്തി കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വസ്തുക്കളിലെല്ലാം ഉണ്ട് മൈക്രോ ചിപ്പുകൾ. ഈ ചിപ്പുകളിൽ 90% നിർമ്മിക്കുന്നത് 4 കമ്പനികൾ ചേർന്നാണ്. തൈവാൻ സെമി കണ്ടക്ടർ കമ്പനി എന്ന TSMC, സാംസങ്, എൻവിഡിയ, ക്വാൽകോം, ഇന്റൽ എന്നിവർ. അതിസൂക്ഷ്മമായ സിലിക്കൺ വേഫറുകളിൽ അതിലും സൂക്ഷ്മമായ മില്യൺ കണക്കിന് ട്രാൻസിസ്റ്ററുകൾ നിരത്തി വിന്യസിച്ചാണ് ഈ കമ്പനികൾ ചിപ്പുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും സാധ്യമാകുന്ന ടെക്നോളജി അല്ല ഇത്. അമേരിക്കയും ചൈനയും ജർമ്മനിയും എല്ലാം നിരവധി തവണ ഉദ്യമങ്ങൾ നടത്തി പരാജയപ്പെട്ട സാങ്കേതിക വിദ്യയാണ്. ഈ ടെക്നോളജി കൈവശമുള്ള കുത്തക മൈക്രോചിപ്പ് നിർമ്മാതാക്കൾ പക്ഷേ വിനീത വിധേയരായി നിൽക്കുന്നത് ASML ഹോൾഡിംഗ്സ് എന്ന നമ്മുടെ കഥാനായകനായ കമ്പനിയുടെ മുന്നിൽ മാത്രം. കാരണം അവർക്ക് ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ASML ഹോൾഡിംഗ്സിന്റെ ഈ മെഷീൻ വേണം. ഒരെണ്ണത്തിന് ഏതാണ്ട് 1000 കോടി രൂപയ്ക്ക് മുകളിൽ വരെയുള്ള പ്രിന്റിംഗ് മെഷീൻ. ഇനി ഈ മെഷീൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. ഇതാണ് സിലിക്കൺ വേഫർ, എല്ലാ മൈക്രോ ചിപ്പുകളുടെയും ആദ്യത്തെ കമ്പോണന്റ്. ഇതിന്റെ കനം സാധാരണഗതിയിൽ 400 മൈക്രോണിൽ താഴെ മാത്രമാണ്. സങ്കല്പിക്കാനാവാത്ത വിധം കനം കുറഞ്ഞ സിലിക്കൺ പാളി. ഈ സിലിക്കൺ പാളിയിൽ സെമി കണ്ടക്ടറുകളുടെ സർക്യൂട്ട് ഡയഗ്രാം പ്രിന്റ് ചെയ്യുന്ന മെഷീനാണ് ASML കമ്പനി നിർമ്മിക്കുന്നത്. ലിത്തോഗ്രഫി എന്നാണ് ഈ മൈക്രോ പ്രിന്റിംഗ് ടെക്നോളജി അറിയപ്പെടുന്നത്. ഒരു സെമി കണ്ടക്ടറിൽ ഇത്തരത്തിലുള്ള 100-ലധികം സിലിക്കൺ വേഫർ ലെയറുകൾ ഉണ്ടാകും. ഒരു കേക്കിന്റെ ലെയറുകൾ പോലെ. ഓരോന്നിലും പ്രിന്റ് ചെയ്യേണ്ടുന്ന നാനോമീറ്റർ ലൈനുകളും ഡയഗ്രാമുകളും അത്രയധികം കൃത്യതയോടെ ചെയ്യാൻ ASML-ന്റെ ഫോട്ടോ ലിത്തോഗ്രഫി സിസ്റ്റം പ്രിന്റർ എക്സ്ട്രീം അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചാണ് ഇത്തരം നാനോ പ്രിന്റിംഗ് സാധ്യമാക്കുന്നത്. ഓരോ ലെയറും പ്രിസിഷൻ പ്രിന്റിംഗ് തീർത്ത് അതിന്റെ തന്നെ കോപ്പി സൃഷ്ടിച്ച് ആവശ്യമായ ലീനിയർ ഭേദഗതികൾ മാത്രം നടത്തി അടുത്ത ലെയറിൽ കൃത്യമായി ഈ മെഷീൻ പ്രിന്റ് ചെയ്യും. ഈ പ്രിന്റിംഗ് പാറ്റേൺ അനുസരിച്ചാണ് വേഫറിൽ നാനോ ട്രാൻസിസ്റ്ററുകളും കണ്ടക്ടറുകളും നിരത്തുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്ര കൃത്യത ആവശ്യമുള്ള ജോലി. എക്സ്ട്രീം അൾട്രാവയലറ്റ് ലൈറ്റ് ആണ് ASML ഈ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ പ്രകാശമാണ് എക്സ്ട്രീം അൾട്രാവയലറ്റ് രശ്മികൾ എന്ന EUV. ഇവ ഭൂമിയിലില്ല, ഔട്ടർ സ്പേസിൽ മാത്രമാണുള്ളത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴേ ഓസോൺ ലെയറിന് മുകളിൽ വെച്ച് ചിതറിപ്പോകുന്നത് കൊണ്ടാണിത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ EUV കൃത്രിമമായി ഉണ്ടാക്കിയാണ് ASML ഈ പ്രിന്റിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത്. അതിന് അവരുപയോഗിക്കുന്ന ടെക്നോളജി കേട്ടാൽ കിട്ടും. ഒരു CO2 ലേസർ 100 കിലോവാട്ട് ആംപ്ലിഫയറിലൂടെ കടത്തിവിട്ട് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ശക്തമായ ലേസർ രശ്മികൾ ടിൻ ഡ്രോപ്ലെറ്റ്സുമായി സംയോജിപ്പിക്കുന്നു. അതോടെ ഈ ലേസർ രശ്മികൾ പ്ലാസ്മ രൂപത്തിലാവുകയും എക്സ്ട്രീം അൾട്രാവയലറ്റ് രശ്മികൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതായത് ഈ മെഷീൻ 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ കേരളത്തിലെ ഒരു ശരാശരി പഞ്ചായത്തിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന അത്രയും വൈദ്യുതി വേണമെന്ന് സാരം. ഉണ്ടാക്കിയെടുക്കുന്നത് സൂര്യന്റെ കൊറോണയോട് സാദൃശ്യമുള്ള കൃത്രിമ പ്ലാസ്മയാണ്. വെറുതെയല്ല മൈക്രോചിപ്പ് കമ്പനികൾക്കെല്ലാം സ്വന്തമായി പവർ പ്ലാന്റ് ഉള്ളത്. 1,00,000-ലേറെ സ്വതന്ത്ര പാർട്സുകളാണ് ASML ഫോട്ടോ ലിത്തോഗ്രഫി സിസ്റ്റം പ്രിന്ററിലുള്ളത്. ഇത് സർവീസ് ചെയ്യാൻ അറിയാവുന്ന ASML-ന്റെ 400 എഞ്ചിനീയർമാർക്ക് ലോകം മുഴുവൻ പറന്നു നടക്കൽ തന്നെ ജോലി. അവർക്കല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ലല്ലോ. തങ്ങളുടെ ഫോട്ടോ ലിത്തോഗ്രഫി സിസ്റ്റത്തെക്കുറിച്ച് ASML ഇങ്ങനെ വിശദീകരിക്കുന്നു. ഞങ്ങളുടെ EUV ലിത്തോഗ്രഫി സിസ്റ്റം ടൈനി സ്കെയിൽ പ്രിന്റിംഗിൽ അത്ഭുതകരമായ സംഗതികൾ സാധ്യമാക്കുന്നു. ASML-ന് മാത്രമുള്ള ഈ ടെക്നോളജി എക്സ്റേ റേഞ്ചിൽ 13.5 നാനോമീറ്ററിൽ താഴെയുള്ള വേവ് ലെങ്ത്തിൽ മൈക്രോ ചിപ്പുകളിൽ പ്രിന്റിംഗ് നടത്തും. മൂഴ്സ് ലോ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന EUV സിസ്റ്റം മൈക്രോ ചിപ്പ് ആർക്കിടെക്ചറിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ അതാണ് കാര്യം. ലോകത്തിൽ സെമി കണ്ടക്ടർ ബേസുകളും മൈക്രോ ചിപ്പുകളും നിർമ്മിക്കുന്ന ഒരു കമ്പനിക്കും ASML-ന്റെ ഈ പ്രിന്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരു പണിയും നടക്കില്ല. കോമ്പറ്റീറ്റർമാരില്ലാത്ത പാറ്റന്റ് ടെക്നോളജിയാണിത്. ASML-നല്ലാതെ ഈ ഭൂഗോളത്തിൽ ഫോട്ടോ ലിത്തോഗ്രഫി സാങ്കേതിക വിദ്യ മറ്റൊരു കമ്പനിക്കും വശമില്ല. ചൈനീസ്, ജാപ്പനീസ്, ജർമ്മൻ കമ്പനികൾ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ പലവട്ടം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡച്ച് കമ്പനിക്ക് മുന്നിൽ തോറ്റുപോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ASML ഇല്ലെങ്കിൽ മൈക്രോ ചിപ്പ് ഇല്ല. മൈക്രോ ചിപ്പ് ഇല്ലെങ്കിൽ ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, ഫ്രിഡ്ജില്ല, AC ഇല്ല, കാറില്ല, ട്രെയിനില്ല, വിമാനമില്ല, ടെലിവിഷൻ ഇല്ല. ഇതൊന്നുമില്ലെങ്കിൽ നമ്മളുമില്ല. നെതർലൻഡ്സിലെ വെൽദോവനിലാണ് ASML ഹോൾഡിംഗ്സിന്റെ ആസ്ഥാനവും R&Dയും പ്ലാന്റുമെല്ലാം. അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലിത്തോഗ്രഫി എന്നാണ് ASML-ന്റെ പൂർണ്ണ രൂപം. നമുക്കെല്ലാം സുപരിചിതമായ ഫിലിപ്സുമായി ചേർന്ന് 1984-ലാണ് കമ്പനി സ്ഥാപിതമായത്. $397 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് നിലവിൽ ASML-നുള്ളത്. രസകരമായ കാര്യം, തൈവനീസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ബേൺ ജങ് ലിന്നാണ് 1970-ൽ ഇമ്മർഷൻ ലിത്തോഗ്രഫി എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. തൈവൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന TSMC-യിലെ ജീവനക്കാരനായിരുന്ന ബേൺ ജങ് ലിന്നിന്റെ ഐഡിയ ഉപയോഗിച്ച് ഒരു പ്രോട്ടോടൈപ്പ് ലിത്തോഗ്രഫി പ്രിന്റർ നിർമ്മിക്കാൻ TSMC 10 വർഷത്തോളം ശ്രമിച്ചു. നടന്നില്ല. ഇതേ ടെക്നോളജി ASML വാങ്ങി നെതർലൻഡ്സിലെ തങ്ങളുടെ ലാബിൽ വികസിപ്പിച്ചെടുത്താണ് ഇന്ന് ഒരെണ്ണത്തിന് 1100 കോടി രൂപ വിലയുള്ള ഫോട്ടോ ലിത്തോഗ്രഫി പ്രിന്റർ സൃഷ്ടിച്ചത്. 1991-ൽ PAS 5500 എന്ന മോഡലാണ് ASML ആദ്യം പുറത്തിറക്കിയത്. മൈക്രോ ചിപ്പുകൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയായ മൈക്രോൺ ആണ് ഈ മെഷീൻ ആദ്യമായി തങ്ങളുടെ ചിപ്പുകൾ പ്രിന്റ് ചെയ്യാനായി വാങ്ങുന്നത്. അത് വൻ വിജയമായി. 4 വർഷത്തിനുള്ളിൽ മൈക്രോണിന് തങ്ങളുടെ നിർമ്മാണശേഷി 10 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ലോകത്തിലെ 1-ാം നമ്പർ മൈക്രോ മെമ്മറി ഡിവൈസ് നിർമ്മാതാക്കളാക്കി മൈക്രോണിനെ മാറ്റിയത് ASML-ന്റെ ഈ പ്രിന്റിംഗ് മെഷീൻ ആയിരുന്നു. ഇതോടെ ഇന്റൽ, ആപ്പിൾ, സാംസങ് തുടങ്ങിയ കമ്പനികൾ
കമ്പനികൾ എത്ര വേണമെങ്കിലും പണം ASMLിലേക്ക് ഒഴുകാൻ തയ്യാറായി മുന്നോട്ട് വന്നു. എന്നാൽ ASMLിന് പണം ആവശ്യമുണ്ടായിരുന്നില്ല. വിപണിയിൽ ആർക്കും മത്സരിക്കാനാവാത്ത ലിത്തോഗ്രഫി പ്രിന്റർ നിർമ്മിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനവർക്ക് വേണ്ടിയിരുന്നത് ഗവേഷണ പങ്കാളിത്തമായിരുന്നു. അമേരിക്കൻ പൊതുമേഖലാ സ്ഥാപനമായ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ഇതിന് തയ്യാറായി മുന്നോട്ട് വന്നു. അങ്ങനെയാണ് അവർ ഇന്ന് വിപണിയിൽ പകരക്കാരില്ലാത്ത ഫോട്ടോ ലിത്തോഗ്രഫി പ്രിന്ററിലേക്ക് എത്തിയത്. ഇതിനിടെ തങ്ങളുടെ ടെക്നോളജി മോഷ്ടിക്കാനുള്ള 20 ശ്രമങ്ങളെങ്കിലും ASML നേരിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. സിലിക്കൺ വാലിയിലെ ഒരു കമ്പനിയിലേക്ക് ASMLിന്റെ ബ്ലൂ പ്രിന്റുകൾ അവിടെയുള്ള ചില ജീവനക്കാർ തന്നെ മോഷ്ടിച്ചു കടത്തിയത് വൻ വാർത്തയായിരുന്നു. ചൈനീസ് കമ്പനികളും പലതവണ മോഷണത്തിന് ശ്രമിച്ചു. തങ്ങളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ സ്വന്തമായി രഹസ്യ പോലീസുള്ള കമ്പനിയാണ് ഇന്ന് ASML. ക്രിസ്റ്റഫ് ഫൂക്കറ്റ് ആണ് നിലവിൽ പ്രസിഡന്റും CEOയും. പലതവണ ഇന്റലും ആപ്പിളും TSMCയും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ASML കമ്പനി സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൊന്നുവില പറഞ്ഞിട്ടും അവർ വിറ്റില്ല. ഓഹരി ഒന്നിനെ 8.5 ഇരട്ടി വരെ വില പറഞ്ഞ് 15% ഓഹരിക്കായി ഇന്റൽ ഏറെ നാൾ പിറകെ നടന്നിരുന്നു. ഒന്നും നടന്നില്ല. പ്രിന്റിംഗ് മെഷീൻ ഒന്നിന് 1100 കോടി രൂപ വെച്ച് നൽകി നൂറുകണക്കിന് മെഷീനുകൾ ASMLിൽ നിന്ന് വാങ്ങി തന്നെയാണ് ഇപ്പോഴും ഇവരുടെ എല്ലാം ചിപ്പ് പ്രിന്റിംഗ്. ചൈനയും അമേരിക്കയുമായുള്ള സെമി കണ്ടക്ടർ യുദ്ധത്തിൽ ചൈന തോറ്റുപോയ കഥയിലും ASML വലിയ പങ്കുവഹിച്ചു. ഡൊണാൾഡ് ട്രംപ് നെതർലൻഡ് സർക്കാരിനെ സ്വാധീനിച്ച് ASMLിന്റെ പ്രിന്റർ ചൈനയ്ക്ക് നൽകുന്നത് നിർത്തിവെച്ചതോടെയാണ് ചൈന തങ്ങളുടെ സെമി കണ്ടക്ടർ മോഹങ്ങളും നാലാക്കി മടക്കി വെച്ചത്. സെമി കണ്ടക്ടർ ശക്തിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യക്കും ASML ഇല്ലാതെ പറ്റില്ല. 2017 തന്നെ ഇന്ത്യ ഇതിനുള്ള പണി ആരംഭിച്ചിരുന്നു. 2017 ജൂണിൽ നെതർലൻഡ് സന്ദർശിച്ച നരേന്ദ്രമോദി ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടയെ കണ്ടതിന് ശേഷം നേരെ പോയത് ASML എക്സിക്യൂട്ടീവുകളുമായുള്ള ചർച്ചയ്ക്കാണ്. 100 പ്രിന്ററുകളെങ്കിലും ഇന്ത്യക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ നൽകാമെന്ന് ഉറപ്പുവാങ്ങാൻ. കരാറിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും ഇതുവരെ പരസ്യമല്ല. നന്ദി.